ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് ഡിസോർഡറിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും പേഷ്യൻസ് കൂടുതലും പറയുന്നത് അവർക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലം, അത് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ എല്ലാവരും ഓൾഡ് ഏജ് വരെ ഉള്ളവർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ലീപ്പിംഗ് ഡിസോർഡർ. അപ്പം എല്ലാവരുടെയും കംപ്ലയിൻറ്റ് സ്ലീപ്പിംഗ് ഇല്ല. അതുപോലെ തന്നെ ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ ചില ആൾക്ക് ഈ ഓർമ്മ കുറഞ്ഞ് മറവി രോഗം എന്നൊക്കെ പറയുന്നതിൻ്റെ ആരംഭത്തിലും ഇത് വരാൻ സാധ്യതയുണ്ട്. അത് ഏജ്ഡായിട്ടുള്ളവർ, അതേപ്പറ്റി ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ഡിസോർഡർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ തലച്ചോറിനകത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡർ വരാം. അത് മാത്രമല്ല, നമുക്ക് ഈ ബോധക്കേട് തന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവും. അപ്പോൾ ചില ആളുകൾ ഈ മുറിയെല്ലാം അടച്ച് കാറ്റൊന്നും കയറാത്ത രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാവും, ഉറക്കമില്ലാതാവും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഉറക്കക്കുറവിൻ്റെ കാരണങ്ങൾ ഒരുപാട് വരാം. പിന്നെ ചില ഡ്രഗ്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കക്കുറവുണ്ടാവാം. പിന്നെ ഉദാഹരണം, ഉറക്കത്തിന് ഉപയോഗിക്കുന്ന ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും ഉറക്കക്കുറവുണ്ടാവും. അത് കാരണം ഒരു സ്റ്റേജ് വരെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിയുന്നത് നിങ്ങൾ സ്ലീപ്പിംഗ് പിൽസ് കഴിയുന്നതും ഒഴിവാക്കാനുള്ള മെത്തേഡ് ഞങ്ങളുടെ ഡോക്ടർ തന്നെ അത് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതേപ്പറ്റി പറയാം, നമുക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് കൊച്ചു കുട്ടികളിൽ ഓർമ്മക്കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പഠിത്തത്തിനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അവർക്ക് ടെൻഷനുണ്ടാവും. പക്ഷേ കൊച്ചു കുട്ടികളുടെ ടെൻഷനൊന്നും നമ്മൾ മനസ്സിലാവുന്നില്ല. അവർക്ക് എന്താണെന്നുള്ളത് മാതാപിതാക്കൾക്കും അറിയത്തില്ല. മാതാപിതാക്കൾക്ക് തന്നെ വരുന്ന അറിയത്തില്ല. പിന്നെ കൊച്ചുകുട്ടികളുടെ അവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? കുട്ടികൾക്ക് വളരെ പ്രധാനമായിട്ട് ഉറക്കക്കുറവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓർമ്മക്കുറവും ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ തിരക്കുറവ്. അതിൻ്റെ ഏറ്റവും പ്രധാനം, നമുക്ക് ഓക്സിജൻ കിട്ടുന്ന ഏതൊക്കെ രീതിയിലാണ്? നമുക്ക് നാച്ചുറലായിട്ട് ഓക്സിജൻ കിട്ടുന്നത് നമുക്ക് പ്യുവർ വെള്ളത്തിൽ നിന്നാണ്. വെള്ളം നമുക്ക് വേണ്ടത്ര വെള്ളം നമ്മൾ ദിവസേന ഉപയോഗിക്കണം. നേരത്തെ പല എപ്പിസോഡും പറഞ്ഞതുപോലെ നമുക്ക് ഒരു ദിവസം ഫങ്ഷൻ ആവശ്യമുള്ളൊരു 3 to 4 liters ഓഫ് വാട്ടർ. അപ്പോൾ അത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ഗ്ലാസ് വെള്ളം അത് നമ്മൾ ഒരുമിച്ച് കുടിക്കേണ്ട, കുറേശ്ശെ സിപ്പ് ചെയ്യുക. നമ്മുടെ ഏറ്റവും ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാറില്ല. വെള്ളം നമുക്കുണ്ടെങ്കിൽ തന്നെ വെള്ളം ഉപയോഗിക്കാറില്ല. അത് തന്നെ നമ്മൾ വെള്ളത്തിന് തന്നെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വേണം. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ വാട്ടർ നിങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. കാരണം അത് ഏത് വെള്ളമാണെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. എത്ര വലിയ കമ്പനിയുടെ ആയിക്കഴിഞ്ഞാൽ തന്നെയും അത് തുറന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അത് ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക്കിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പറ്റുമെങ്കിൽ ഒരു ഫിൽറ്റർ ഉണ്ടാക്കി വയ്ക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വെള്ളം തിളപ്പിച്ച് ആർച്ചെങ്കിലും കഴിക്കണം. ചൂടുവെള്ളത്തിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ആറിച്ച് തന്നെ കുടിക്കണം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ സ്ലീപ്പിംഗ് ഡിസോർഡർ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഡ്രഗ്സ് ഉപയോഗിക്കും. അതായത് ഉറക്ക ഗുളിക തന്നെ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അത് ഏക്കാതെ തന്നെ വരും. അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റു പല ദോഷവശങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജൻ ലെവലിൻ്റെ അത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന മുറി കംപ്ലീറ്റ് ഓക്സിജൻ, അതായത് വായു കയറത്തക്ക രീതിയിലായിരിക്കണം. അപ്പോൾ അത് കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ ആളുകളെല്ലാം ഈ കള്ളന്മാരെ ഭയന്നു ഇതിനുമൊക്കെ ഭയന്നിട്ട് എല്ലാം അടച്ചിട്ടാണ് കിടക്കുന്നത്. കഴിയുന്നത് പിന്നെ തുറന്നിടുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങുന്നതിനൊരു 5-6 മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു കയറത്തക്കതുപോലെ തുറന്നിടണം. അതുപോലെ നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും വെട്ടവും കയറത്തക്ക രീതിയിൽ തന്നെ വേണം നമ്മളത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. പിന്നെ കഴിയുന്നത് നമ്മൾ ഈ എയർ കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന മുറിയിൽ
ഓക്സിജൻ ലെവൽ വരും. നമ്മളൊരിക്കലും പിന്നെ നമ്മുടെ അന്തരീക്ഷവായു അതിൽ കയറുന്നില്ലല്ലോ. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് എയർ കണ്ടീഷൻ ആവശ്യം യഥാർത്ഥത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം ഒരു ഫാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പൊടി പടലങ്ങൾ ആ മുറിയിൽ മാക്സിമം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പിന്നെ ഒരു ആ മുറിയിൽ ഒരു പൊടി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 ഔൺസിൽ ലാക്സ് ഓഫ് മോൾസ് ആൻഡ് ഫംഗസ് നമുക്ക് കാണാം. ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അത് നമ്മുടെ ശരീരത്തെ എല്ലാ സിസ്റ്റത്തിനെയും ഉപയോഗിക്കും, എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വെളിച്ചവും അതുപോലെ വായുവും കയറത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അത് നമുക്ക് ഉറക്കത്തിൻ്റെ ഡിസോർഡർ നല്ലതാണ്, ഓർമ്മയ്ക്കും നല്ലതാണ്. ഇതെല്ലാമാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓർമ്മക്കുറവിന് മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ആൾക്ക് എല്ലാ രീതിയിലും ശാരീരികം, മാനസികം, സാമ്പത്തികം ഇതേപ്പറ്റി നമ്മൾ മോസ്റ്റ് വറീഡാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജീവിത രീതി എല്ലാ ആളുകൾക്കും എല്ലാ സംഗതികളും വേണമെന്നുള്ള ആവശ്യത്തിലധികം എല്ലാം നമ്മൾ വാങ്ങിച്ച് കൂട്ടി ഉപയോഗിക്കാതെ ഒരു മൂലക്കിട്ട് അതൊരു ആക്കൽ വരുമായിട്ടാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാറിലാണ് തന്നെ വേണ്ടത്ര ഓക്സിജൻ നമ്മൾ കഴിയുന്നതും കാറ് എയർ കണ്ടീഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുഴപ്പമുണ്ടാക്കുന്ന ഈ വലിയ സൂക്ഷ്മമായിട്ടുള്ള ഇതാണ്. അതിന് മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റ് എന്ന് പറയും. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന മുറിയിൽ ഫാന് ഒരാഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ പൊടിയെല്ലാം അവിടെ കയറിയിട്ട് ഇത് പല രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. സ്ലീപ്പിംഗ് മാത്രമല്ലല്ലോ. ഇതിന് ട്രീറ്റ്മെൻറ്റ് എല്ലാ സിസ്റ്റത്തിലും ട്രീറ്റ്മെൻറ്റുണ്ട്. നേരത്തെ പറഞ്ഞതിന് വേണ്ടുന്നത് വെള്ളം, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എല്ലാം നമുക്ക് ആവശ്യമാണ് ബോഡിക്കുള്ളത്. നമ്മൾ കഴിയുന്നത് നമ്മുടെ ചിന്ത മണ്ഡലം കുറയ്ക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് യോഗ, മെഡിറ്റേഷൻ. യോഗ കൊണ്ട് നമുക്ക് ഒരുപാട് സോക്കേടുകളെ നമുക്ക് മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മെഡിറ്റേഷൻ കൊണ്ട്. പക്ഷെ അതാരും ശീലിക്കാറില്ല. നമ്മൾ